ഇവിടെ മാത്രമല്ല മിക്ക വീടുകളിലും പോകുമ്പോഴും ഞാൻ കാണും കേട്ടോ, സിങ്കിൻ്റെ അവിടെ ഇതേപോലെ ഒരു തോർത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും തുണി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. കാണാൻ തന്നെ എന്തൊരു വൃത്തികേടാണല്ലേ. അതുമല്ല മേല് മൊത്തം നനയും നമ്മൾ ആ പാത്രം കഴിയുമെന്ന് തീരുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിനൊരു സൊല്യൂഷനായിട്ടൊരു പ്രൊഡക്റ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഭയങ്കര റേറ്റ് കുറയിലാട്ടോ. ഇത് 200 താഴെ റേറ്റ് ഉള്ളു. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതേപോലെ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ അനങ്ങത്തേ ഇല്ല. അവിടെ നിന്ന് സിങ്കിൻ്റെ അവിടെ ഈ ഒരു സാധനം ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മേത്ത് അങ്ങനെ വെള്ളം ആകത്തൊന്നും ഇല്ല കേട്ടോ. വെള്ളം ആകാതിരിക്കുന്ന മാത്രമല്ല, തോർത്തിട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഈ പാത്രം കഴുകുമ്പോൾ തോർത്തിൽ നിന്ന് ഒരുമാതിരി സ്മെല്ല് വരും. പിന്നെ നമ്മുടെ ഡ്രസ്സിനൊക്കെ ആ ഒരു മണമായി. എന്തായാലും പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് സ്ക്രീനിൽ കൊടുത്തേക്കാൻ. വാങ്ങിച്ച നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഷിനാജ് വന്നായിരുന്നു. എന്നെ തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഷിനാജും ഉമ്മയും കൂടെ സ്കൂട്ടിയിലാണ് വന്നത്. മൂത്ത നാത്തൂൻ എത്തിയിട്ടുണ്ട് 2 ദിവസം ലീവിന്. ആളൊറ്റക്ക് ബസ്സിനും വന്ന്. എന്തായാലും ഒരുമിച്ചല്ല ഇറങ്ങിയെങ്കിലും ഒരേ സമയത്താണ് കേട്ടോ 3 പേരും എത്തിയത്. അസുവാണെങ്കിൽ അവളുടെ മൂത്തൂനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. കാരണം അവൾക്കറിയാം എന്തായാലും വരുമ്പോൾ കേക്ക് ഉണ്ടാകുമെന്ന്. അതിനുള്ള കാത്തിരിപ്പാണ്, അല്ലാതെ ഇവരെ കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. പിന്നെ ഇവക്ക് എന്ത് നോമ്പ്, അതുകൊണ്ട് കേക്ക് കിട്ടിയപ്പോൾ തന്നെ അപ്പം തന്നെ മുറിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നോമ്പ് തുറക്കാൻ അതേ സമയമായി വരുന്നത്. കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു, അത് ചെറിയത് തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ തരിക്കഞ്ഞി, ക്യാരറ്റ് ജ്യൂസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി, ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ കറി ഞാനാട്ടോ വെച്ചത്, ബീഫ് വരട്ടിയത് ചെറിയതുമാണ് ഉണ്ടാക്കിയത്. എല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ ടൈമിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ ഏകദേശം സമയമായപ്പോഴത്തേക്കും ജ്യൂസൊക്കെ ക്ലാസ്സിൽ ഒഴിച്ച് വെക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ട് അങ്ങനെ വരിയായിട്ട് വന്നിരിക്കാൻ തുടങ്ങി. ബാങ്ക് കൊടുത്ത് എല്ലാവരും നോമ്പൊക്കെ തുറന്ന്. ചെറിയതുണ്ടാക്കുന്ന കട്ട്ലേറ്റിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പാത്രം സ്പോട്ടിൽ തന്നെ കാലിയായിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണേ പിന്നെ കഴിച്ചുള്ളൂ. പിന്നെ അതേ സൂചി കാച്ചിയത് കുടിച്ച് എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. വിശപ്പൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഫുഡ് കഴിച്ച്. കാരണം നമുക്ക് തിരിച്ച് പോകണമല്ലോ. ഒരു മണിക്കൂറോളം ഇവിടുന്ന് പോകാനുണ്ട് തിരിച്ച് വീട്ടിലേക്ക്. അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് വേഗം അങ്ങനെ ഇറങ്ങിയതാണ്. ഞാൻ പറഞ്ഞല്ലോ വിശപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഒരപ്പമാണ് കേട്ടോ ഞാൻ കഴിച്ചത്. എന്നിട്ട് നമ്മളിതേ വേഗം തന്നെ ഇറങ്ങി. സത്യം പറഞ്ഞാൽ എല്ലാവരുമായിട്ട് ഇവിടെ ഒരു ദിവസം നിന്നിട്ട് പിറ്റേ ദിവസം പോകാനൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും പണിക്കാരുള്ളത് കൊണ്ട് നമുക്ക് വീട്ടിൽ ആരെങ്കിലും ഒരാൾ വേണം. അതുകൊണ്ടാണ് ഇത്ര അർജൻറ്റായിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത്. മൂത്ത നാത്തൂൻ പിറ്റേ ദിവസം തന്നെ തിരിച്ച് വർക്കിൻ്റെ സ്ഥലത്തേക്ക് പോയി. ഉമ്മ കുറച്ച് ദിവസം നിന്നിട്ട് തിരിച്ചു വരത്തുള്ളേ.